വയനാട് തിരുനെല്ലി കൊട്ടിയൂരിൽ പുള്ളിപ്പുലിയുടെ ആക്രമണത്തിൽ ആട് ചത്തു എന്നൊരു വാർത്ത വരുന്നു. വേറൊരു ആടിന് ഗുരുതരമായി പരിക്കുണ്ട്. ഇന്ന് പുലർച്ചെ 2:30-ഓടെയാണ് സംഭവം. അതേസമയം വയനാട് അമരക്കുനിയിൽ നിന്ന് പിടികൂടിയ കടുവ ഇന്ന് തിരുവനന്തപുരം മൃഗശാലയിലേക്ക് കൊണ്ടുപോകും. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നു. സുർജിത്ത്, കടുവയായും പുലിയായും കാട്ടാനയുമായും ഒക്കെ വയനാടൻ ജീവിതങ്ങൾ അസമാധാനം നിറഞ്ഞ ജീവിതമാണ് ഇന്നും. സുർജിത്ത്, ഹാഷ്മി, താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ തിരുനെല്ലി കോട്ടിയൂർ പ്രദേശത്താണ് ഇപ്പോൾ പുലിശല്യം രൂക്ഷമായിരിക്കുന്നത്. ഏതാനും നാളുകളായി പുലിയുടെ ശല്യമുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ വനംവകുപ്പിനോട് പരാതി പറഞ്ഞിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നുള്ള ആക്ഷേപം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. കോട്ടിയൂർ കാരമാട് അടിയ ഉന്നതിയിൽ രതീഷിൻ്റെ 3 വയസ്സുള്ള ഒരു പശുവിനെയാണ്, ആടിനെയാണ് ഈ പുലി ആക്രമിച്ച് കൊന്നിരിക്കുന്നത്. 3 മാസം ഗർഭിണിയായിരുന്നു. അതോടൊപ്പം തന്നെ 200 മീറ്റർ മാത്രം അകലെയുള്ള അടിയ ഉന്നതിയിലെ കരിയൻ്റെ 2 വയസ്സുള്ള ഒരു ആടിനെയും സമാനമായ രീതിയിൽ തന്നെ പുലി ആക്രമിച്ച് പരിക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ വീട്ടുകാർ ലൈറ്റിട്ട് ഒച്ച വെച്ചതിനാൽ തന്നെ പുലി പിൻവാങ്ങുകയാണ് ഉണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഇവിടെ ആനയുടെ ശല്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പുറത്തിറങ്ങാൻ ഭയമാണ് രാത്രിയിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പുലിയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എല്ലാം തന്നെ സംഭവിക്കുന്ന ഒരു 200 മീറ്റർ പരിധിയിലാണ്. നേരത്തെയും സമാനമായ രീതിയിലുള്ള ശല്യമുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഹാഷ്മി, സുർജിത്ത് അയ്യപ്പത്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.